ഒരു ഗായക സംഘം അംഗം ആയിരിക്കുക എന്നത് ഒരു ദൈവ നിയോഗമാണ്. നമ്മുടെ കോൺഗ്രിഗേഷൻ കൊയൽ ഇന്ന് 30 അംഗങ്ങളാണ് നിലവിലുള്ളത്. നമ്മുടെ ഗായക സംഘത്തിന് നേതൃത്വം നൽകുന്നതും നയിക്കുന്നതും മിസ്റ്റർ ഫെബി ജോർജാണ്. കൊയർ ലീഡർ ഫെബി ജോർജിനോടൊപ്പം കോൺഗ്രിഗേഷൻ്റെ വാനമ്പാടികളെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് സ്വാഗതം ചെയ്യാം. ഗായക സംഘം നമുക്കായി ആലപിക്കുന്നത് ആദ്യ ക്രിസ്മസിൻ്റെ ആനന്ദവും അത്ഭുതവും എല്ലാം ഒരു ഹൃദയതാളത്തിൽ ചേർത്തൊരു ആനന്ദ ഗാനമാണ്. കൂടിടാൻ നാം ആനന്ദമായി. ബേത്ലഹേമിൽ ദൂതന്മാർ പാടിയ ഹല്ലേലൂയയുടെ പ്രതിധ്വനി ഈ ഗാനത്തിലൂടെ നമ്മുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ. ദൈവജാതനായ യേശുവിൻ്റെ വരവ് ഘോഷിക്കുന്ന ഈ ഗാനത്തിൽ ഗായക സംഘത്തോടൊപ്പം നമുക്കും സന്തോഷം പങ്കിടാം. ഇരുളിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തോടമേൽ പ്രകാശമുദിച്ചു. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള ദിവ്യ സന്ദേശം പങ്കുവെക്കുന്ന ഈ സായാഹ്നത്തിൽ പ്രാരംഭ പ്രാർത്ഥനയിലൂടെ ഈ സംഗമത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതിനായി റിയാദ് കർമ്മേൽ മർത്തോമ കോൺഗ്രിഗേഷൻ്റെ ലേ ലീഡർ ശ്രീ മാത്യൂസ് എബ്രഹാമിനെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. എല്ലാവർക്കും എഴുന്നേൽക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു.
ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സൃഷ്ടാവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പരമപിതാവേ, 2025 വർഷത്തിന്റെ കർത്താവേ, ക്രിസ്മസ് കാലയളവിലേക്ക് അവിടുന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഇന്നെന്ന പോലെ ഒരു ദിവസം മനുഷ്യനായി അവതരിച്ചു. ഞങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി കർത്താവെ കാൽവരിയുടെ മുകളിൽ യാഗമായി അർപ്പിക്കപ്പെട്ടു. കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റുന്ന മഹത്വത്തോടെ ജീവിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ, അവിടുത്തെ തിരുജനനത്തിന്റെ ഓർമ്മയെ കൊണ്ടാടുന്നതായ കർത്താവെ ദിവസത്തിൽ കർത്താവെ, ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ സാന്നിധ്യം ഞങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കണം. കർത്താവ് ഈ ഫാമിന്റെ ചുറ്റുപാടുകളും കർത്താവെ അവിടുത്തേക്ക് വിശുദ്ധമായിരിക്കാൻ അവിടുത്തെ ദൂതന്മാരുടെ കാവലിൽ ഇവിടുന്ന് കാത്തു പരിപാലിക്കണമേ. ഇന്ന് ഗായക സംഘത്തെ നയിക്കുന്ന ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന ഗായക സംഘത്തെയും കർത്താവെ, എല്ലാ പ്രോഗ്രാമുകൾക്കും നേതൃത്വം നൽകുന്ന യുവജന സഖ്യത്തെയും കർത്താവെ, കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും, സൺഡേ സ്കൂൾ കർത്താവെ, സേവികാ സംഘം, പ്രേയർസൽ തുടങ്ങിയ എല്ലാ പോഷക സംഘടനകളെയും ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവ്, ഞങ്ങൾക്ക് നേതൃത്വമായി നിൽക്കുന്ന കർത്താവെ, കൈസ്ഥാന സമിതി പ്രസിഡന്റ് തുടങ്ങി എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ക്രിസ്മസ് ദൂതുമായി കടന്നു വരുന്ന ബഹുമാനപ്പെട്ട അച്ഛനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപ സാന്നിധ്യം ഞങ്ങളോട് കൂടെയിരിക്കണം. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ നിർവഹിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. അവിടുത്തെ രാജ്യത്തിന്റെ മഹത്വത്തിനായി തീരുവാൻ കർത്താവ് ഇടയാക്കണം. എല്ലാം യേശുവിൻ നാമത്തിൽ താഴ്മയായിട്ട് യാചിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണം പിതാവേ. ആമീൻ. എല്ലാവർക്കും ഇരിക്കാം. The timeless carol, "O Come All Ye Faithful," stands as one of the most cherished hymns of Christmas. First penned in Latin as Edistil Fides over 2 centuries ago, written in 1743 by John Francis Wade. This hymn was written as a joyful summons, an invitation for all believers for journey to Bethlehem and behold the newborn King, Jesus Christ. As our choir lifts their voices tonight, joining the heavenly host who once filled the sky with praise, let us too draw near in worship, with hearts filled with wonder, just as the shepherds gathered around the manger to adore the Savior of the world. Ladies and gentlemen, presenting "O Come All Ye Faithful." The first stanza will be sung in Spanish, followed by rest in English. Oh
time to join to invite our beloved Yojana Sakyam Lady Secretary, Tini Grace Abraham, to deliver the welcome speech. She's been leading and cheering us on through every step of planning this program. And trust me, with her energy, none of us ever get a chance to be lazy. Her warm words always make us feel free at home, sometimes even more than at their own homes. Let's give a big cheerful welcome to Tini Grace Abraham as she brings us the welcome speech. ഹായ് ഓൾ ഷാലോം. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 10-11 വാക്യങ്ങൾ. റിയാദിലെ ഈ വർഷത്തെ ക്രിസ്മസ് കരോൾ സർവീസ് ഇതോടെ ആരംഭിക്കുകയാണ്. സമാധാനത്തിൻ്റെ ചിഹ്നമായ ഒലിവ് ശാഖയും നിയമത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും പ്രതീകമായ ഒലിവ് മരവും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും ആത്മീയ സൗഖ്യവും നൽകുന്ന ഒലിവ് ഓയിലും ചേർന്ന് ഈ ക്രിസ്മസിൽ ഒലിവ്സ് ഓഫ് പീസ് കാരൽസ് ഓഫ് ഹോപ്പ് എന്ന വിഷയത്തോടെ റിയാദ് കർമേൽ മാർത്തോമ കോൺഗ്രിഗേഷൻ ക്രിസ്മസ് കരോൾസിന് തുടക്കം കുറിക്കുന്നു. ഇന്ന് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം ഇവിടെ വന്നുകൂടിയിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ആദ്യമായി ഇന്ന് ക്രിസ്മസ് കരോൾ സർവീസിൽ അധ്യക്ഷനായി പദവി അലങ്കരിക്കുന്നത് റിയാദ് കർമേൽ മാർത്തോമ കോൺഗ്രിഗേഷൻ്റെ പ്രസിഡൻ്റായ ശ്രീ ജോർജി ജോർജാണ്. പ്രിയപ്പെട്ട ജോർജി ചായൻ കോൺഗ്രിഗേഷൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ശക്തമായ നേതൃത്വവും മാർഗനിർദ്ദേശവും നൽകി വരുന്നു. ഈ ക്രിസ്മസ് കരോൾസിൻ്റെ ആലോചന യോഗം മുതൽ ഈ നിമിഷം വരെ ആവശ്യമായ എല്ലാ കൈത്താങ്ങലുകളും നൽകി നമ്മുടെ പ്രിയ ജോർജി ചായൻ ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി ഈ ക്രിസ്മസ് സർവീസിൽ മുഖ്യ സന്ദേശം കടന്നു വരുന്ന പോകുന്നത് നമ്മുടെ യാക്കോബ സിറിയൻ ചർച്ചിലെ അങ്കമാലി ഭദ്രാസനത്തിലെ അഭിവന്ദനായ വൈദികനായ ബേസിൽ ജോയി അച്ഛനാണ്. പ്രിയപ്പെട്ട അച്ഛൻ്റെ അസാന്നിധ്യത്തിൽ നമുക്ക് അച്ഛനെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ ക്രിസ്മസ് സർവീസിൽ സഹോദര കോൺഗ്രിഗേഷൻസായ റിയാദ് മാർത്തോമ കോൺഗ്രിഗേഷൻ, റിയാദ് മാർത്തോമ പാരിഷ്, മറ്റ് സഹോദര സഭകൾ, മറ്റ് എക്യൂനിമിക്കൽ പ്രെയർ ഗ്രൂപ്പുകൾ എന്നിവയുടെ സാന്നിധ്യമുണ്ട്. ഇന്ന് ഈ യോഗത്തിൽ റിയാദ് മാർത്തോമ കോൺഗ്രിഗേഷൻ്റെ പ്രസിഡൻ്റായ പ്രിയപ്പെട്ട സിജി ജോർജ് ചെറിയാൻ സർ എത്തിയിരിക്കുന്നു. സാറിനെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി റിയാദ് മർത്തോമ പാരിഷിൻ്റെ പ്രസിഡൻ്റായ പ്രിയ അനു ജോർജ് അച്ചായനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ക്രിസ്മസ് കരോൾ സർവീസിൽ ആശംസാ പ്രസംഗം നടത്തുവാനായി എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ കോൺഗ്രിഗേഷൻ അംഗവും പ്രശസ്ത നോവലിസ്റ്റുമായ ശ്രീ ജോസഫ് അതിരങ്കൽ സാറാണ്. പ്രിയപ്പെട്ട സാറിനെയും ഈ കരോൾ സർവീസിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യാതെ ഈ സന്ധ്യ പൂർത്തിയാവുകയില്ല. ഈ യോഗത്തെ വിജയിപ്പിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. വന്നുകൂടിയ എല്ലാവരെയും ഒരു വാക്കിന് എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എല്ലാവരും നല്ലൊരു കയ്യടി സ്വന്തമായി കൊടുക്കേണ്ടതാണ്. താങ്ക് യു ഫോർ കമ്മിങ്. ഇന്ന് ഈ ക്രിസ്മസ് കരോൾ സർവീസിൽ മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്നത് ഗായക സംഘമാണ്. അവരും നമ്മളോടൊപ്പമുണ്ട്. അതുകൂടാതെ വിവിധ സംഗീത പരിപാടികൾ, നൃത്ത പരിപാടികൾ എന്നിവ അവതരിപ്പിക്കുന്നതാണ്. ഡ്രാമ ഉൾപ്പെടെയുള്ള പരിപാടികളുണ്ട്. അത് നമ്മുടെ പ്രിയപ്പെട്ട കോൺഗ്രിഗേഷൻ അംഗങ്ങളാണ് പങ്കെടുക്കുന്നത്. ഇവരുടെ പരിപാടികൾ ക്രിസ്മസിൻ്റെ സന്തോഷവും പ്രത്യാശയും എല്ലാവരിലേക്കും എത്തിയിരിക്കുന്നതാണെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ അവസരത്തിൽ എല്ലാവരെയും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തൃത്വത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. ഹോപ്പ് യു ഓൾ എൻജോയ് ദിസ് ഈവനിങ്. ഗ്ലോറി ബി ടു ഗോഡ്. താങ്ക് യു. Thank you, Tini, for the warm welcome. അങ്ങകലെ ആകാശത്ത് താരം മിന്നിത്തിളങ്ങുന്നു. മനുഷ്യവർഗത്തിന് എന്നെന്നും ഓർമ്മിക്കുവാൻ താതനൊരു സുദിനമൊരുക്കി. സുരനാഥൻ മനുഷ്യനായി വേഷമെടുത്തതാം ആ രാവിൽ സ്വർഗീയ ദൂതസംഘം ഹല്ലേലൂയ ഗീതികൾ പാടി. ആ രാത്രിയിൽ ഇരുട്ടിൻ്റെ നടുവിൽ ഒരു പിഞ്ഞു കുഞ്ഞിൻ്റെ മൃദുല ശ്വാസത്തിൽ സ്വർഗം ഭൂമിയെ തൊട്ടു. മാലാകമാരെല്ലാം ആടിപ്പാടി ഗോശാല തന്നിൽ പൂജാതനെ വാഴ്ത്തി വണങ്ങിടുന്നു. സുവാർത്ത കേട്ട വിദ്വാൻമാർ
പുൽത്തൊട്ടിയിൽ ജാതനെ കാണുവാൻ കാഴ്ചകളുമായി വന്നെത്തി. അവരോടൊപ്പം നമുക്കും പോകാം സ്നേഹത്തിൻ്റെ ദൂതുമായി ലോകത്തിൽ വന്നതാം ലോകൈക നാഥനെ വാഴ്ത്തിപ്പാടാൻ. റവറൻ ആശിഷ് തോമസ് ജോർജ് രചനയും ഈണവും നിർവഹിച്ച മണ്ണും വിണ്ണും മാലോകരെല്ലാം എന്ന ഗാനം നമുക്കും ഗായക സംഘത്തോട് ചേർന്ന് ആലപിക്കാം. Thank you.
Thank you so much, choir, for letting us experience that real bliss of that beautiful night when Jesus was born in Bethlehem. Thank you so much. For unto us a child is born, unto us a son is given, and the government shall be upon his shoulder. And his name shall be called Wonderful Counselor, the Mighty God, the Everlasting Father, the Prince of Peace. To lead us in the scripture passage that reminds us of the joy and the wonder of Christmas, we now invite Yuvajana Sakyam representative Mr. Benjamin Babu to come forward for the first Bible reading. ഇന്ന് ഒന്നാം പാഠഭാഗമായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ഒന്നാം പാഠഭാഗമായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ കഷ്ടതയിലിരുന്ന ദേശത്തിന് തിമിരം നിൽക്കുകയില്ല. പണ്ടവൻ സെബൂലാൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാൻ അക്കരെയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു. അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയുമാകുന്നു. അവൻ ചുമക്കുന്ന നുകവും അവൻ്റെ ചുമലിലെ കോലും അവനെ ദണ്ഡിപ്പിക്കുന്നവൻ്റെ വടിയും മിഥ്യാൻ്റെ നാളിലെ പോലെ നീ ഒടിച്ചു കളഞ്ഞിരിക്കുന്നു. ഒച്ചയോടെ ചവിട്ടി നടക്കുന്ന യോദ്ധാവിൻ്റെ ചെരുപ്പൊക്കെയും രക്തം പുരണ്ട വസ്ത്രവും വിറകുപോലെ തീക്ക് ഇരയായിത്തീരും. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അവൻ്റെ ആധിപത്യത്തിൻ്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകുകയില്ല. ദാവീദിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ചു നിലനിർത്തും. സൈന്യങ്ങളുടെ യഹോവയുടെ തീഷ്ണത അതിനെ നിവർത്തിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇവിടെ ഒന്നാം പാഠം അവസാനിക്കുന്നു. തെന്നൽ കാറ്റ് വീശുന്ന നീലരാവിൽ മിഴി ചിമ്മുന്ന താരങ്ങൾ പാരാകെ പൂനിലാവ് പരത്തിയപ്പോൾ ദൂരെ ആ ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിന് മീതെ ഒരു അത്ഭുത ദീപം തെളിഞ്ഞു. അത് കരുണയുടെയും സ്നേഹത്തിൻ്റെയും ദൈവസാന്നിധ്യമായി മഞ്ഞിൻ തുള്ളി പോലെ മണ്ണിൽ സ്നേഹഗീതമായി താന്നിറങ്ങി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകന്മാർ പ്രവചിച്ച കാരുണ്യവാൻ, പാപാന്തകാരം നീക്കിടുവാനായി കാലങ്ങൾ കാത്തിരുന്ന വിമോചകൻ, അവൻ്റെ പിറവിയുടെ ലക്ഷ്യമായി വിണ്ടതിൽ തെളിഞ്ഞ സുവർണ താരം, അത് സുന്ദരം, മനോഹരം, ശോഭനം. സ്വർഗം തന്നെ നിലാവായി വന്ന് പുഞ്ചിരിച്ച ആ ശാന്തരാത്രിയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് റവറൻ തോമസ് ഡാനിയൽ പുലിയൂർ രചനയും മിസ്റ്റർ റോഷൻ ജോൺ എബ്രഹാം ഈണവും നിർവഹിച്ച തെന്നൽ കാറ്റ് വീശും എന്ന ഗാനം ഗായക സംഘം ഇതാ നമുക്ക് വേണ്ടി ആലപിക്കുന്നു.